വെൽക്കം ബാക്ക് വ്യൂസ്. ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് ഉണ്ട്, വാഹനങ്ങൾക്ക് എൻജിൻ ട്യൂൺ ചെയ്യുക, അല്ലെങ്കിൽ പവർ കൂട്ടുക, ഒരു ഡ്രൈവബിലിറ്റി കൂട്ടുക എന്നുള്ളത്. ശരിക്കും അത് എങ്ങനെയാണ് ചെയ്യുന്നത്, എന്തിനു വേണ്ടിയാണ് ചെയ്യുന്നത്? അതിപ്പം ഒരുപാട് കമ്പനീസ് ചെയ്യുന്നുണ്ട്. ഒരുപാട് ഒഫീഷ്യലായിട്ടും അൺഒഫീഷ്യലായിട്ടും പ്രൊഫഷണൽസ് അല്ലാത്തവരും ആയവരും ഒരുപാട് പേർ ഇപ്പോൾ ഓരോ കമ്പനി സ്റ്റാർട്ട് ചെയ്ത് അതിന് ചെയ്യുന്നുണ്ട്. എന്തൊക്കെയാണ് അതിൻ്റെ ഒരു ഗുണങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നമുക്കൊന്നറിയാം. ഇപ്പം ഈ ഒരു പെർഫോമൻസ് ട്യൂണിങ് അല്ലെങ്കിൽ എൻജിൻ ട്യൂണിങ് ശരിക്കും പീറ്റ്സിലും ചെയ്യുന്നുണ്ട്. എറണാകുളം പീറ്റ്സിലും ഇത് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിനെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് പീറ്റ്സിൻ്റെ ഓപ്പറേഷൻസ് മാനേജർ നമ്മളോടുണ്ട്. ഹലോ വിനു, എന്തൊക്കെയാണ് ശരിക്കും എൻജിൻ ട്യൂണിങ്? ഇപ്പം ജനങ്ങൾക്ക് അറിയില്ല എന്താണ് എൻജിൻ ട്യൂണിങ് എന്ന്. ശരിക്കും കേൾക്കുമ്പോൾ ഒക്കെ എൻജിൻ ട്യൂൺ ചെയ്യുകയാണെന്ന് പറയും, പക്ഷെ ഒരുപാട് കാര്യങ്ങൾ വരുന്നുണ്ട്. എന്തൊക്കെയാണത് വിനു? നമ്മളൊരു വണ്ടി ഓടിക്കാൻ ഇഷ്ടമുള്ള ഒരാളാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ വണ്ടി എപ്പോഴും ഒരു നല്ല രീതിയിലിരിക്കണം എല്ലാവരും ആഗ്രഹിക്കുന്നതാണ്. പണ്ട് നമുക്ക് എൻജിൻ ട്യൂണിംഗ് ഒക്കെ ഇന്ത്യയിൽ വളരെ പ്രചാരമേറുന്നതിന് മുമ്പ് നമ്മളൊരു ആകെയുള്ള ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ കോസ്മെറ്റിക്കലായിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യുക എന്നുള്ളതായിരുന്നു. പക്ഷേ സീരിയസ് വണ്ടി ലവറിന് പെർഫോമൻസും കുറച്ചും കൂടി കൂട്ടാൻ എപ്പോഴും ആഗ്രഹമുള്ളതാണ്. അപ്പോൾ ഒരു വണ്ടിയുടെ പെർഫോമൻസ് എന്ന് പറയുന്നത് ഒരു എൻജിൻ സൈഡ് പെർഫോമൻസ് മാത്രമായിരിക്കില്ല. ചിലപ്പോൾ പെർഫോമൻസ് ബ്രേക്കിങ്ങിൽ ഒരു പെർഫോമൻസ് എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ബ്രേക്കിങ്ങിൻ്റെ അപ്ഗ്രേഡ്സ്, ബേസിക്കലി നമ്മളുടെ പല അപ്ഗ്രേഡ്സും എൻജിൻ്റെ ഓടൊപ്പം തന്നെ സസ്പെൻഷൻ അപ്ഗ്രേഡ്, ബ്രേക്ക് അപ്ഗ്രേഡ്, അങ്ങനെ എല്ലാ അപ്ഗ്രേഡ്സും നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ എൻജിൻ സൈഡ് അപ്ഗ്രേഡ് എന്ന് പറയുന്നത് പലപ്പോഴും അത് നമ്മൾ സ്പെസിഫിക് ആയിട്ട് പവർ എൻഹാൻസ് ചെയ്യുന്നതിലേക്കാണ് വന്ന് നിൽക്കാറ്. അപ്പോൾ നമ്മൾ ഒരു വണ്ടിക്ക് ഇപ്പോൾ ഈ വെറൈറ്റികളിൽ തന്നെ പറയുകയാണെങ്കിൽ 68 bhp വണ്ടി നമ്മളൊരു കുറച്ചും കൂടെ പവർ എൻഹാൻസ് ചെയ്ത് ഒരു 90 bhp ആക്കിയിട്ടുണ്ട്. അപ്പോൾ രണ്ട് വിധത്തിലുള്ള സാങ്കേതിക വിദ്യകളാണ് അപ്പം നോർമലി ഈ ട്യൂണിംഗ് എന്ന് പറഞ്ഞ് വരുമ്പോൾ. ഒന്ന്, ഒരു ട്യൂണിംഗ് ബോക്സ് എന്ന് പറഞ്ഞിട്ടൊരു ഡിവൈസ് നമ്മൾ ഫിക്സ് ചെയ്യും. അല്ലെങ്കിൽ അതിൻ്റെ ഒരു കുറച്ചും കൂടെ അഡ്വാൻസ്ഡ് ഏറ്റവും ലേറ്റസ്റ്റ് ടെക്നോളജി എന്ന് പറഞ്ഞാൽ റീമാപ്പ് എന്ന് പറഞ്ഞ ടെക്നോളജി ഉണ്ട്. അത് കുറേ കൂടെ ഫെയിൽ പ്രൂഫ് എന്ന് പറയാം, അല്ലെങ്കിൽ കുറേ കൂടെ അഡ്വാൻസ്ഡ് ഡെലിവറി, പവർ, ടോർക്ക് എല്ലാം ഡെലിവറി ഒന്നും കൂടെ സ്മൂത്ത് ആയിരിക്കും. അപ്പോൾ ആ രണ്ട് വിധത്തിലുള്ള ഓപ്ഷൻസാണ് ജനറലി ഒരു എൻജിൻ ട്യൂണിംഗ് എന്ന് പറയുമ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത്. ഈ വണ്ടിയിൽ സ്പെസിഫിക് പറയുകയാണെങ്കിൽ നമ്മൾ ചെയ്തിരിക്കുന്നത് റീമാപ്പാണ്. റീമാപ്പിനൊപ്പം തന്നെ സസ്പെൻഷൻ അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട്, ബ്രേക്ക് അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം എന്തിനു വേണ്ടി ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് വണ്ടി ഓടിക്കാൻ ഇഷ്ടമുള്ള ആൾക്ക് അതെല്ലാം ഒരു ആഡഡ് അഡ്വാൻറ്റേജ് ആണ്. ഇത് ചെയ്ത് കഴിയുമ്പോഴൊരു ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ടിയുടെ ഡ്രൈവബിലിറ്റി ഭയങ്കരമായിട്ട് എൻഹാൻസ്ഡ് ആവും. ഈ ഡ്രൈവബിലിറ്റി എന്ന് പറയുന്നത് ഇപ്പോൾ ഈ വണ്ടി മാക്സിമം പോകുന്ന 120 അല്ലെങ്കിൽ 140 കിലോമീറ്റർ സ്പീഡാണെങ്കിൽ അതിലുപരി ഇത് പോകാൻ നമ്മൾ ചെയ്യുന്നില്ല ഒരിക്കലും. ഒരു ടോപ്പ് എൻഡ് 140 അല്ലെങ്കിൽ 120 ആണെങ്കിൽ ആ ഏരിയ തന്നെ നമ്മൾ ചെയ്യുന്നു. അപ്പോൾ നിങ്ങൾ ഈ 0 to 100 എന്ന് പറയുന്ന കൗണ്ടാണ് കുറയ്ക്കുന്നത്. അത് ജനറലി ഒരു പെർഫോമൻസ് ചോദിക്കുമ്പോൾ ജനറലി എല്ലാവരും പറഞ്ഞ് വന്നൊരു ടേമാണ് 0 to 100. നമ്മൾ ശരിക്കും ഒന്ന് ആലോചിച്ച് നോക്കി കഴിഞ്ഞാൽ നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ നമ്മൾ 0 to 100 എന്ന് പറഞ്ഞ ആ ഫിഗേഴ്സ് ഇമ്മെറ്റീരിയലാണ്. കാര്യം നമ്മൾ ഒരിക്കലും ഒരു റേസ് ട്രാക്കിലല്ല ഓടിക്കുന്നത്. ഇപ്പോൾ ഒരു റീമാപ്പ് ചെയ്ത വണ്ടിയുടെ ഒരു പ്രത്യേകത പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സിറ്റി കൂടെ ഓടിക്കുകയാണ്. സിറ്റി കൂടെ ഓടിക്കുമ്പോൾ ഇപ്പോൾ നമ്മൾ 3rd ഗിയറിൽ അല്ലെങ്കിൽ 4th ഗിയറിൽ പോയിക്കൊണ്ടിരിക്കുന്നു. 4th ഗിയറിൽ പോയിക്കൊണ്ടിരിക്കുമ്പോൾ പണ്ട് നമ്മൾ ഡൗൺ ഷിഫ്റ്റ് ചെയ്യേണ്ട പല അവസ്ഥയിൽ നമുക്ക് ഡൗൺ ഷിഫ്റ്റ് ചെയ്യേണ്ടി വരത്തില്ല. കാര്യം എന്ന് വെച്ചാൽ ലോവർ RPMത്തിലും വണ്ടിയുടെ വലി ആ ടോർക്കിൻ്റെ എൻഹാൻസ്മെൻറ്റ് കാരണം നമുക്ക് അനായാസമായിട്ട് കൊണ്ടുനടക്കാൻ പറ്റും. ലോങ് പോവുകയാണെങ്കിൽ 5th ഗിയറിൽ തന്നെ നമുക്ക് ഒരുപാട് റേഞ്ച് പിടിക്കാൻ പറ്റും. പിന്നെ ക്വിക്കറായിട്ട് അപ്പ് ഷിഫ്റ്റ് ചെയ്യാൻ പറ്റും. നമ്മളിപ്പോൾ ഒരു വണ്ടി ഓടിക്കുമ്പോൾ 1, 2, 3, 4 എന്നുള്ള ഗിയർ ഷിഫ്റ്റ് പെട്ടെന്ന് നടക്കും. അതേ ഗിയറിൽ നമുക്ക് റീറ്റെയിൻ ചെയ്യാൻ പറ്റും. പിന്നെ ഇത് ഇപ്പോൾ ഒരു 10-20 കിലോമീറ്റർ ക്രൂസ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഒന്നും ഓവർടേക്ക് ചെയ്യേണ്ട ആവശ്യം വന്നു. നമ്മൾ ആക്സിലേറ്റർ കൊടുക്കുമ്പോൾ അതിൻ്റെ റെസ്പോൺസ് ഒന്നും കൂടെ നമ്മൾ പറയുന്നതനുസരിച്ച് റെസ്പോൺസീവാണ്. അപ്പോൾ ക്വിക്കർ ആക്സിലറേഷനും കാര്യങ്ങൾ കിട്ടുന്ന അത് നമുക്ക് ഇതാണ് ഡ്രൈവബിലിറ്റി. നോർമലി ഇപ്പം എൻജിൻ ട്യൂണിങ്, റീമാപ്പിംഗ് എന്നൊക്കെ പറയുന്നു. ഈ വാഹനത്തിൽ എന്താ ശരിക്കും ചെയ്തിട്ടുള്ളത്? ഈ വാഹനത്തിൽ നമ്മൾ റീമാപ്പാണ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ട്യൂണിങ് രണ്ട് വിധത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റും. ഒന്ന്, റീമാപ്പ് എന്ന് പറഞ്ഞ ടെക്നോളജി നേരത്തെ പറഞ്ഞ പോലെ ഏറ്റവും അഡ്വാൻസ് വേ ഓഫ് ട്യൂണിംഗ് കാർ അത് ചെയ്യാം. അല്ലെങ്കിൽ ട്യൂണിംഗ് ബോക്സ്, അഗൈൻ ഒരു കലക്കൻ ഓപ്ഷൻ തന്നെയാണ്.
നമ്മൾ ഈ വണ്ടിയിൽ ചെയ്തിരിക്കുന്നത് പക്ഷേ റീമാപ്പാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ നമ്മൾ എഞ്ചിൻ തുറന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇതിൽ സ്പെസിഫിക് ആയിട്ട് കാണാൻ ഒരു പ്രൊഡക്റ്റ് ഇല്ല. വേറെ ട്യൂണിംഗ് ബോക്സ് എന്ന് പറയുന്ന ഒരു ഹാർഡ്വെയർ യൂണിറ്റ് ആണ്, ഇതൊരു സോഫ്റ്റ്വെയർ അപ്ഗ്രേഡേഷനാണ്. ശരിക്കും ഇതിൽ രണ്ടിലും തമ്മിൽ ഡിഫറൻസ് എന്താണ്? ഇപ്പം എഞ്ചിൻ ട്യൂണിങ്ങും റീമാപ്പിങ്ങും തമ്മിലുള്ള മെയിൻ ഡിഫറൻസ്? അല്ല, എഞ്ചിൻ ട്യൂണിംഗ് എന്ന് പറയുന്നത് രണ്ട് വിധത്തിൽ ചെയ്യുന്നുള്ളൂ. അത് റീമാപ്പ് ആകാം അല്ലെങ്കിൽ ട്യൂണിംഗ് ബോക്സ് ആകാം. നമ്മൾ ഈ വണ്ടിയിൽ ചെയ്തിരിക്കുന്നത് സസ്പെൻഷനും കൂടെ അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ സസ്പെൻഷൻ മാറ്റിക്കൊണ്ടുള്ള അഡ്വാൻറ്റേജ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വണ്ടിയുടെ ഹാൻഡ്ലിംഗ് ക്യാരക്ടറിസ്റ്റിക്സ് ഭയങ്കരമായിട്ട് എൻഹാൻസ്ഡ് ആവും. അതായത് ഇപ്പോൾ നമ്മൾ ഒരു ലോങ് പോകുന്ന ആളാണ്, അല്ലെങ്കിൽ വൈൻഡി റോഡിൽ കൂടെ പോകുന്ന ആളാണെങ്കിൽ നമ്മൾ നല്ല സ്പീഡിൽ പോയിട്ട് ഒരു ടേണൊക്കെ എടുക്കുകയാണെങ്കിൽ റോഡിലൂടെ അള്ളിപ്പിടിച്ച് പോകുന്ന ഫീലിംഗ് ആയിരിക്കും. എപ്പോഴും റോഡുമായിട്ടുള്ള കോൺടാക്റ്റ് ഫുൾ ടൈം ഉണ്ടാവും. അതുകൊണ്ട് തന്നെ ട്രാക്ഷൻ പോകുന്നത് വളരെ കുറയും. അപ്പോൾ നമ്മൾ സ്റ്റെബിലിറ്റി കുറച്ചുകൂടി അല്ല, ഭയങ്കരമായിട്ട് എൻഹാൻസ്ഡ് ആവും. അപ്പോൾ വണ്ടി ഓടിക്കാൻ ഇഷ്ടമുള്ള ആൾക്ക് ഇറ്റ് ഈസ് എ ബൂം. എഞ്ചിൻ ട്യൂണിങ് എന്ന് പറയുന്നുണ്ട്. ശരിക്കും എങ്ങനെയാണ് അത് ചെയ്യുന്നത്, അതിൻ്റെ എക്യുപ്മെൻറ്റ്സ് എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് അറിയാനുള്ള ഒരു ആകാംക്ഷ ഉണ്ടോ? നമുക്ക് ചോദിച്ചു നോക്കാം. ഇത് ശരിക്കും അതിന് യൂസ് ചെയ്യുന്ന ഒരു കാര്യമാണെന്ന് കേട്ടു, നമുക്ക് നോക്കാം എങ്ങനെ. ഇത് ഞാൻ പറഞ്ഞ പോലെ രണ്ട് വിധത്തിൽ നമുക്ക് വണ്ടി പെർഫോമൻസ് അപ്ഗ്രേഡ് ചെയ്യാം എഞ്ചിനിൽ. ഒന്ന് റീമാപ്പ് എന്ന് പറയുന്നത് നമ്മുടെ സോഫ്റ്റ്വെയർ അപ്ഗ്രേഡ്, ഇത് ട്യൂണിംഗ് ബോക്സ് ആണ്. നമ്മൾ സോഫ്റ്റ്വെയർ അപ്ഗ്രേഡിന് പകരം ഒരു കസ്റ്റമർ എനിക്ക് സോഫ്റ്റ്വെയർ അപ്ഗ്രേഡ് ചെയ്യേണ്ട എന്ന് പറയുകയാണെങ്കിൽ അയാൾക്കുള്ള അടുത്ത ഓപ്ഷനാണ് നമുക്ക് ട്യൂണിംഗ് ബോക്സ്. അപ്പോൾ ട്യൂണിംഗ് ബോക്സ് എന്ന് പറഞ്ഞാൽ ഇതുപോലെ ഹാർഡ്വെയർ ഡിവൈസ് നമ്മൾ ഇതിനകത്ത് കാറിനകത്ത് ഫിക്സ് ചെയ്യാണ്. ഓൾറെഡി ECU എഞ്ചിനിലേക്ക് കൊടുക്കുന്ന സിഗ്നൽസിനെ ഡയറക്റ്റ്ലി എഞ്ചിനിലേക്ക് പോകുന്നതിന് പകരം നമ്മൾ ട്യൂണിംഗ് ബോക്സിലേക്ക് പറഞ്ഞേക്കും. ഈ ട്യൂണിംഗ് ബോക്സ് ഒരു മിനിയേച്ചർ ECU തന്നെയാണ്. അപ്പോൾ കിട്ടുന്ന സിഗ്നൽസ് ഒന്നും കൂടെ അഡാപ്റ്റ് ചെയ്തിട്ട് ഒരു ബെറ്റർ സിഗ്നൽസ് നമ്മൾ കാറിലേക്ക് കൊടുക്കും. അപ്പോൾ ഈ ട്യൂണിംഗ് ബോക്സ് എല്ലാ വണ്ടികൾക്കും ഉപയോഗിക്കാൻ പറ്റുമെന്ന് വെച്ചാൽ പറ്റത്തില്ല. ഓരോ എൻജിൻ ടൈപ്പും ഓരോ കാറിനും വേണ്ടിയിട്ട് സ്പെസിഫിക് ആയിട്ട് നമുക്ക് ബോക്സസ് ഉണ്ട്. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഫോർച്യൂണറിൻ്റെ ട്യൂണിംഗ് ബോക്സ് നമുക്ക് ഇന്നോവയിൽ ഉപയോഗിക്കാൻ പറ്റത്തില്ല. ഇന്നോവയിൽ തന്നെ 2 ടൈപ്പ് ട്യൂണിംഗ് ബോക്സ് ഉണ്ട്, പഴയ മോഡലിനും പുതിയ മോഡലിനും. അപ്പോൾ എൻജിൻ സ്പെസിഫിക് ആണ് നമ്മളുടെ ഈ ബോക്സസ്. അപ്പോൾ ഇതാണ് ട്യൂണിംഗ് ബോക്സ് എന്ന ഡിവൈസാണ്. ഇത് ഈ വണ്ടിയുടെ അല്ല ഈ ട്യൂണിംഗ് ബോക്സ്, ഇതൊരു ലോറ വണ്ടിയുടെ ട്യൂണിംഗ് ബോക്സ് ആണ്. ഇപ്പോൾ ഈ വണ്ടിയിൽ ഇത് ഫിക്സ് ചെയ്യാനും പറ്റത്തില്ല. അപ്പോൾ ഒരു ട്യൂണിംഗ് ബോക്സ് കിട്ടിയിട്ട് നമുക്ക് വണ്ടിയിൽ ഫിറ്റ് ചെയ്യാൻ പറ്റുമെന്ന് പറ്റത്തില്ല. അത് അതേതായ വണ്ടിക്കും സ്പെസിഫിക് ആയിട്ടുള്ള പ്രൊഡക്ട്സ് ആയിരിക്കണം. ശരി മിസ്റ്റർ വിനു, ഇതിൻ്റെ ഒരു കോസ്റ്റിംഗ് എങ്ങനെയാണ് വരുന്നത്? അപ്പം ECU ചെയ്യുക, എഞ്ചിൻ ട്യൂണിംഗ് എന്നൊക്കെ പറയുന്നത് എന്ത് കോസ്റ്റിംഗ് വരും? റഫ്ലി നമുക്കൊരു സ്റ്റാർട്ടിംഗ് പ്രൈസ് 30,000-32,000 രൂപ വെച്ചിട്ടാണ്. അതിനൊരു കാരണം എന്ന് വെച്ചാൽ ഞങ്ങൾ ട്യൂൺ ചെയ്യുമ്പോൾ ഞങ്ങളുടെ ട്യൂണേഴ്സ് എല്ലാം UK ബേസ്ഡ് ട്യൂണേഴ്സാണ്. അപ്പോൾ ഫയൽ എടുത്ത് ഡാറ്റ എടുത്തിട്ട് അങ്ങോട്ട് അയച്ചു കൊടുത്ത് അവിടെ നിന്ന് വരുന്നു, എന്നിട്ട് ഫൈൻ ട്യൂൺ ചെയ്യുന്നു. അപ്പോൾ അതിൻ്റെ ഞങ്ങളുടെ സ്റ്റാർട്ടിംഗ് കോസ്റ്റ് 32,000. ഇപ്പോൾ സ്വിഫ്റ്റ് പോലൊരു വണ്ടിക്ക് ഇതിനൊക്കെ 32,000 ആണ് കോസ്റ്റ് വരുന്നത്. ഒട്ടും ഒരു ഭയങ്കരമായ ഒരു കോസ്റ്റ് ഒന്നുമല്ല. ടു വാട്ട് യു ഗെറ്റ്, നമുക്ക് കിട്ടുന്ന പ്രൊഡക്റ്റിന് നോക്കുമ്പോൾ വളരെ എപ്പോഴും റീസണബിൾ ആയിട്ടുള്ള കോസ്റ്റിംഗ് തന്നെയാണ്. ഇപ്പം നമ്മൾ കേട്ടു ഇപ്പം ഇതിൻ്റെ കോസ്റ്റിങ്ങിൻ്റെ കാര്യം. ശരിക്കും ഇത്രയും നല്ലൊരു പവർ അല്ലെങ്കിൽ ഇത്രയും കാര്യങ്ങൾ വാഹനത്തിന് കിട്ടുമ്പം ഈ ശരിക്കും ഇത്രയും വലിയൊരു കോസ്റ്റിംഗ് അല്ലെങ്കിൽ ഈ ഒരു കോസ്റ്റിംഗ് അത്ര വലുതല്ല. ശരിക്കും സാധാരണക്കാരന് പോലും ഏതൊരു വാഹനം യൂസ് ചെയ്യുന്ന ഒരാളിന് പോലും ഈ ഒരു കോസ്റ്റിംഗ് താങ്ങാവുന്നതാണ്. ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുന്നു. അടുത്ത ആഴ്ച ഇതേ സമയം ഇതേ ദിവസം വീണ്ടും കാണാം. ടേക്ക് കെയർ, ഡ്രൈവ് സേഫ്, ബൈ.